Hello viewers, welcome to our channel Tech in India. നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് PHP MySQL ട്യൂട്ടോറിയൽ സീരീസിന്റെ അവസാന ഭാഗമായ എഡിറ്റ് ഓപ്ഷനെ കുറിച്ചാണ്. ഇത് CRUD ഓപ്പറേഷനിലെ അതായത് ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ് ആൻഡ് ഡിലീറ്റ് എന്നതിലെ അപ്ഡേറ്റ് എന്ന ഓപ്ഷനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഇന്നിവിടെ PHP MySQL ട്യൂട്ടോറിയൽ സീരീസിന്റെ CRUD ഓപ്പറേഷനിലെ എഡിറ്റ് എന്ന ഓപ്പറേഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് എഡിറ്റും അപ്ഡേറ്റും കണക്റ്റഡ് ആണ്. സോ അപ്ഡേറ്റ് എന്ന ഓപ്പറേഷനെ കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സോ നമ്മളിപ്പോൾ നമ്മുടെ ഫോമിൽ കണ്ടാൽ ആഡ് ഓപ്പറേഷൻ നമ്മൾ ചെയ്തു, ഡിലീറ്റ് ഓപ്പറേഷൻ ചെയ്തു. സോ നമുക്കിനി എഡിറ്റ് ഓപ്പറേഷൻ ചെയ്യണം. ദാറ്റ് മീൻസ് അപ്ഡേറ്റ് ഓപ്പറേഷൻ. നമ്മുടെ എക്സിസ്റ്റിംഗ് ഡാറ്റയെ അപ്ഡേറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്യുക, അതാണ് നമ്മുടെ ഉദ്ദേശം. സോ അതിനായി ഞാൻ ഫസ്റ്റ് നമ്മുടെ പേജ് എടുത്ത് ഇപ്പോൾ നമ്മളിവിടെ ഡിലീറ്റ് എന്ന ഫംഗ്ഷൻ, അതായത് ബട്ടൺ കാണുന്നത് പോലെ തന്നെ ഞാൻ വേറൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ ബട്ടൻ്റെ പേര്, ഈ ബട്ടൻ്റെ ആക്ഷൻ ഞാൻ edit.php എന്ന പേജിലോട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഇത് മുന്നത്തെ ഐ ഡിയുമായി ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി ഈ ഐ ഡി എന്ന് ഞാൻ കൊടുക്കുന്നു. ഇതിനുശേഷം ഈ ബട്ടൻ്റെ പേര് ഞാൻ എഡിറ്റ് എന്നാക്കി മാറ്റുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ വാല്യൂ എഡിറ്റ് എന്നാക്കി മാറ്റുന്നു. സോ നമ്മളിനി റിഫ്രഷ് ചെയ്യുകയാണെങ്കിൽ കാണാം എഡിറ്റ് എന്ന ഒരു പുതിയ ബട്ടൺ കൂടി ഫോമിൽ പ്രത്യക്ഷപ്പെട്ടതായി. സോ നമുക്ക് എഡിറ്റ് എന്ന ബട്ടൺ നമുക്കിവിടെ കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് എഡിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് കണക്റ്റിംഗ് ആയിട്ട് നമുക്ക് ഈ ഡാറ്റയൊക്കെ ഫെച്ച് ചെയ്ത് ഒരു ടെക്സ്റ്റ് ബോക്സിലേക്ക് വരണം. സോ നമുക്ക് അതിനു വേണ്ടി കോഡ് എഴുതാം. സോ ഞാൻ ആദ്യമായി ഒരു ന്യൂ ഫയൽ എടുക്കുകയാണ്. അതിനുശേഷം കൺട്രോൾ സേവ് അടിച്ച് edit.php എന്ന ഫയലിനെ സേവ് ചെയ്തു. സോ ഇവിടെ എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എനിക്ക് വേണ്ടത് എന്താണോ എഡിറ്റ് ഓപ്പറേഷനിൽ നടക്കേണ്ടത് അതാണ് എനിക്കിവിടെ കാണേണ്ടത്. അതായത് അവിടുന്ന് ഡാറ്റ വരുമ്പോൾ ആ ഡാറ്റ എനിക്ക് ക്യാപ്ചർ ചെയ്യണം. അതിനാദ്യമായി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്തു. കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു എനേബിൾ ഡാറ്റാബേസ് കണക്ഷൻ എന്നത് മുന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത് കമൻറ്റിങ് യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ബെസ്റ്റ് കോഡിംഗ് പ്രാക്ടീസസ് എന്ന നിലയിലാണ്. സോ ആർക്കും നമ്മുടെ കോഡ് റിവ്യൂ ചെയ്യുമ്പോൾ വളരെ ഈസിയായി മനസ്സിലാവും. സോ ഞാൻ ആദ്യം കണക്ഷൻ.php എന്ന കണക്ഷൻ പേജിനെ നമ്മളിവിടെ കോൾ ചെയ്തു. അതിനുശേഷം എനിക്ക് നെക്സ്റ്റ് വേണ്ട എന്താണ്, ഗെറ്റ് ഐ ഡി ഗെറ്റ് ചെയ്യണം. ഇതാണ് എൻ്റെ നെക്സ്റ്റ് ആവശ്യം. സോ അതിനായിട്ട് ഞാൻ $id എന്ന വേരിയബിളിലേക്കാണ് ഐ ഡി ഗെറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ പോസ്റ്റ് എന്ന മെത്തേഡാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഞാൻ പോസ്റ്റ് എന്ന മെത്തേഡിലേക്ക് ഈ ഐ ഡി എന്നാണ് നമ്മളവിടെ പേര് കൊടുത്തിട്ടുള്ളത്, നമ്മൾ ആ ഐ ഡിയുടെ പേര്. സോ ഞാനതവിടെ ഗെറ്റ് ചെയ്തു. അതിനുശേഷം എനിക്ക് ഡാറ്റ ഫെച്ച് ചെയ്യണം. ഫെച്ച് ഡാറ്റ എന്നാണ് ഞാൻ കൊടുക്കുന്നുള്ളൂ. സോ ഫെച്ച് ഡാറ്റ നമ്മളെന്ന് വെച്ചാൽ ഒരു $SQL എന്നൊരു വേരിയബിൾ ഉണ്ടാക്കി അതിലാണ് ഞാനിപ്പോൾ ക്വറി ചെയ്യാൻ പോകുന്നത്. സോ ഈ കേസിൽ ഞാനിവിടെ ഇരുന്ന് സെലക്ട് സ്റ്റാർ ഫ്രം എൻ്റെ ടേബിൾ നെയിം HTML_table where id equal to $id. അപ്പോൾ ഈ ഐ ഡിയിലുള്ള ഡാറ്റ മാത്രം എനിക്ക് ഫെച്ച് ചെയ്തെടുക്കാനുള്ളതാണ്. ഇങ്ങനെ എഴുതിയാൽ നമുക്ക് കുറേ റണ്ണായിട്ടില്ല. കുറേ റണ്ണാണെങ്കിൽ നമ്മൾ റിസൾട്ട് സെറ്റ് എടുക്കുക. റിസൾട്ട് എന്ന് കൊടുത്ത് റിസൾട്ടിന് നമുക്ക് ഡാറ്റ കിട്ടണമെങ്കിൽ നമുക്കൊരു ഇതുണ്ട്, MySQL എന്നൊരു കമാൻഡ് ഉണ്ട്. MySQL എന്നത് വെച്ചിട്ട് ക്വറി വേരിയബിൾ വെച്ച് നമ്മൾ ക്വറി എന്ന് കൊടുത്ത് $SQL എന്നാണ് നമ്മുടെ സ്ട്രിങ് ഇവിടെ കൊടുക്കണം. ഇതിൽ ഈ MySQLi എന്നാണ് MySQLi കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ, ഞാനിവിടെ കണക്ഷൻ.phpയിൽ MySQLi ആണ് കണക്ഷൻ സ്ട്രിങ്ങിനെ ജനറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തത് വേരിയബിൾ. സോ അതുകൊണ്ടാണ് ഞാനിവിടെ MySQLi കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് മുന്നേ ഉള്ള ഇത് എപ്പിസോഡ്സ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് തീർച്ചയായും അറിയാൻ സാധിക്കും. എന്നാലും പുതുതായിട്ട് വരുന്നവർക്കും ഒരു അറിവിലേക്കായിട്ടാണ് ഞാനിതിനെ അത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോ ഓക്കെ, ഞാനിത് കൊടുത്തു. ഇനി എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫോമാണ് വേണ്ടത് ഇത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഒബ്വിയസ്ലി ഞാനിതിന് മുന്നേ നമ്മളിത് സെയിം കാര്യം ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഈ ഫോം തന്നെയാണ് അവിടെ കൊടുക്കാൻ പോകുന്നത്. സോ ഞാൻ ഈ ഫോമോട് കോപ്പി ചെയ്ത് ഈ ഫോമോട് പേസ്റ്റ് ചെയ്തു. സോ എനിക്ക് ആക്ഷൻ പേജ് എന്നത് എഡിറ്റ് പേജ് എന്ന് പറഞ്ഞിട്ടുള്ള പേജിലോട്ട് ഞാൻ സെറ്റ് ചെയ്യുകയാണ് ഇതിൻ്റെ ആക്ഷൻ. സോ ഞാനിതിൻ്റെ കമ്പനി എന്നുള്ളതൊക്കെ അതേപോലെ തന്നെ വെച്ചിട്ട് എനിക്ക് ഡാറ്റ ഫെച്ച് ചെയ്യണം. അതായത് നമ്മളോട് ക്വറി ചെയ്ത് നിർത്തിയിരിക്കുന്ന ഡാറ്റനെ എനിക്ക് ഇവിടെ എടുക്കണം.
സോ ഞാൻ അതിനായിട്ട് ഒബ്വിയസ്ലി PHP ടാഗ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് while എന്ന് കൊടുത്ത് $row എന്ന ഒരു വേരിയബിളിലേക്ക് ഞാൻ ഈ ഓരോ ഡാറ്റയും ഇപ്പോൾ ID പേരിൽ മൾട്ടിപ്പിൾ ഡാറ്റ അസോസിയേറ്റ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ while ലൂപ്പ് യൂസ് ചെയ്യുന്നത്, മൾട്ടിപ്പിൾ ഡാറ്റേനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ കേസിലിപ്പോൾ സിംഗിൾ ഡാറ്റ ഉണ്ടാവുള്ളൂ, എന്നാൽ തന്നെയും ഇത് മൾട്ടിപ്പിൾ ഡാറ്റ ഉണ്ടെങ്കിൽ അതും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ array ടൈപ്പ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ ഞാനിവിടെ ഒരു while ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് while എൻഡ് ആവുന്നത് വരെ റൺ ചെയ്യാൻ പറയുകയാണ്. സോ നമ്മുടെ ഇവിടുത്തെ കേസ് നമുക്ക് വരണുള്ളൂ എന്ന് നേരത്തെ പറഞ്ഞു. ഞാനിവിടെ PHP ടാഗ്, ഇപ്പോൾ ഇതാണ് നമ്മുടെ ലൂപ്പ്. ഈ ലൂപ്പ് നമ്മൾ മൾട്ടിപ്പിൾ ടൈം റൺ ചെയ്യും. എത്ര ഡാറ്റ ഉണ്ടോ റിസൾട്ട് സെറ്റ് അതനുസരിച്ചിട്ട്. ഇപ്പോൾ IDക്ക് അഗെയിൻസ്റ്റ് ഒരു ഡാറ്റ ഉള്ളെങ്കിൽ 1 ടൈം മാത്രം അത് പോകും. സോ ഞാനിവിടെ ഡാറ്റ ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വീണ്ടും PHP ടാഗ് ഇട്ട് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. $rowയിലാണ് ഞാൻ വാല്യൂ ഗെറ്റ് ചെയ്യുന്നത്. സോ ഞാൻ $row കൊടുത്തു. ഇനി എനിക്ക് വരുന്ന ഡാറ്റയുടെ നെയിം ഇവിടെ മെൻഷൻ ചെയ്യണം. സോ കമ്പനി എന്നാണ് നമ്മൾ ഡാറ്റാബേസിൽ ഒരു ടേബിളിൽ ഡാറ്റ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഞാൻ നോക്കുമ്പോൾ അതിന് താഴെയുള്ളിടത്ത് ഞാൻ PHP ടാഗ് ഓപ്പൺ ചെയ്ത് PHP ടാഗ് ക്ലോസ് ചെയ്ത് $row എന്ന വേരിയബിൾ ഗെറ്റ് ചെയ്ത് അതിൽ ഞാൻ ഡാറ്റാബേസ് ടേബിളിൽ നിന്ന് വരുന്ന എനിക്ക് നെക്സ്റ്റ് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് കോൺടാക്റ്റ് എന്ന് തന്നെയാണ്. ഈസി ആയിട്ട് ഞാനത് അങ്ങനെ തന്നെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ അടുത്തതും ഇത് PHP ടാഗ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, $row കൊടുക്കുക. റോ നമുക്ക് വരുന്നത് ഈ കേസിൽ കൺട്രി എന്ന നെയിമാണ്. സോ ഇത്രയും ഡാറ്റ ഞാനിവിടെ കളക്ട് ചെയ്തു. ഇതിനെ ഞാൻ പുഷ് ചെയ്ത് നെക്സ്റ്റ് ഇതിലേക്ക് അയച്ചു കൊടുക്കും. നെക്സ്റ്റ് നമുക്ക് ഇതിനെ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കോണ്ടാക്റ്റ് കമ്പനി എന്നൊക്കെയാണോ നമ്മുടെ ഡാറ്റാബേസിൻ്റെ ടേബിളിൻ്റെ നെയിം, അതായത് ഫീൽഡിൻ്റെ പേര് എന്ന് നോക്കാം. സോ ഡാറ്റാബേസ് നെയിം HTML ടേബിൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ അതേ കമ്പനി കോൺടാക്ട് കൺട്രി തന്നെയാണ്. സോ ആ വാല്യൂ ആണ് നമ്മളിവിടെ ഗെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി എനിക്ക് ഏത് ഡാറ്റയാണ് മോഡിഫൈ ചെയ്യേണ്ടതെന്ന് അറിയാനായി ഞാനിവിടെ ഒരു ID കൂടി കൊടുക്കണം. അത് ഞാൻ കൊടുക്കുന്നത് ഹിഡൻ എന്ന ഒരു ഇൻപുട്ട് ടൈപ്പ് യൂസ് ചെയ്തിട്ടാണ്. ഇതിൻ്റെ IDയുടെ പേര് ഞാൻ ID എന്ന് കൊടുത്ത് EID എന്നാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ നെയിമും ഞാൻ EID എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ PHP ടാഗ് ഓപ്പൺ ചെയ്യുക, PHP ടാഗ് ക്ലോസ് ചെയ്യുക, $row എന്നുള്ളതെടുത്ത് $row ഓഫ് നമ്മുടെ ID എന്നാണ് ആ ടേബിളിലെ ഫീൽഡിൻ്റെ നെയിം. ഓക്കെ, സോ ഇത്രയും നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡാറ്റ ഇവിടെ നിന്ന് അങ്ങോട്ട് പുഷ് ചെയ്ത് വിടാൻ പറ്റും. ഏത് ഡാറ്റയാണ് എൻ്റർ ചെയ്തതെന്ന് കിട്ടും. ഇവിടെ ഞാൻ എഡിറ്റ് എന്ന ബട്ടൻ്റെ പേര് ഞാൻ എഡിറ്റ് എന്നാക്കി. സോ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. സോ ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇത് നമുക്ക് ഇത്രയും മതി. ഇനി ഞാൻ നെക്സ്റ്റ് നോക്കുന്നതെന്ന് വെച്ചാൽ edit_page എന്ന ഒരു PHP ഫയൽ ക്രിയേറ്റ് ചെയ്യണം. സോ ഞാനിവിടെ edit_page.php എന്ന ഫയൽ ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്തു. ഇനി എനിക്ക് ഇവിടെ എന്ത് ഓപ്പറേഷനാണ് നടക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഇവിടെ നമ്മൾ പ്യുവർലി PHP ഓപ്പറേഷനാണ് നമ്മളിവിടെ നടക്കുന്നത്. സോ ഫസ്റ്റ് ഞാൻ PHP ടാഗ് ഓപ്പൺ ചെയ്യണം, പിന്നെ PHP ടാഗ് ക്ലോസ് ചെയ്യും. അതായത് ഒബ്വിയസ്ലി എല്ലാ കേസിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. ഇത് PHP പേജാണ്. ഇനി നെക്സ്റ്റ് ഇൻക്ലൂഡ്, നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആദ്യം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം. നമ്മുടെ ഓപ്പറേഷൻസൊക്കെ നടക്കണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ മുന്നേ ചെയ്ത് എന്താണ് നേരത്തെ പോയി ചെയ്തു ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. വേണമെങ്കിൽ ഞാനതിന് വേണ്ടി കോപ്പി പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി ആവും. ഇതേ സെയിം സാധനം തന്നെ ഞാൻ അവിടെ നിർത്തുക. ഇത് ഞാനിവിടെ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുന്നു. ഇതേ സെയിം സാധനം തന്നെയാണ് നമുക്കിപ്പോൾ ഒരു പേജിൽ ഡാറ്റ എന്തൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഇത് ഇൻക്ലൂഡ് ചെയ്തേ പറ്റും. അതിനുശേഷം ഞാൻ ഒരു ഇത് കൊടുക്കുകയാണ്, അതായത് ഈ സെറ്റ്, അതായത് ഈ വാല്യൂ, അതായത് $post എന്ന വേരിയബിളിലാണ് നമുക്ക് ഗ്ലോബൽ വേരിയബിളിലാണ് നമുക്ക് ഡാറ്റ കിട്ടുക. അപ്പോൾ $_post എന്ന വേരിയബിളിൻ്റെ ഗ്ലോബൽ വേരിയബിൾ അത് ഡിഫോൾട്ട് ക്രിയേറ്റ് ആവുന്നതാണ്, നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ എഡിറ്റ് എന്നാണ് വാല്യൂ വന്നിരിക്കുന്നതെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നെയിം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് ഇവിടെയാണ് യൂസ് ചെയ്യുന്നത്. സോ കൊടുത്തിട്ടുണ്ടെങ്കിൽ കമ്പനി എന്ന വേരിയബിളിൽ ഈക്വൽ ടു $_post കമ്പനി എന്നും, കമ്പനി സ്പെല്ലിങ് നോക്കുക, ചെക്ക് ചെയ്യുക. സ്പെല്ലിങ് മാറിപ്പോയി കഴിഞ്ഞാൽ റിസൾട്ട് കറക്റ്റ് കിട്ടിയെന്ന് വരില്ല. സോ ഇനി തന്നെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാണ്. അതാണ് കാരണം നിങ്ങൾ ടൈപ്പ് ചെയ്തോ, ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് തീർക്കാമല്ലോ.
സോ കോണ്ടാക്റ്റ് എന്ന് ഞാനിവിടെ കൊടുത്തുന്നു, കോണ്ടാക്റ്റ് കൊടുത്തു. നെക്സ്റ്റ് നമുക്ക് എന്തായിരുന്നു, കൺട്രി എന്നായിരുന്നു, കൺട്രി എന്ന് കൊടുത്തു ഇവിടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഐ ഡി എന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സോ ഞാൻ ഇവിടെ ഈ ഐ ഡി കൊടുത്തു. അതേപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെയിമിങ്ങും ഞാൻ മാറ്റുകയാണ്. കോണ്ടാക്റ്റ് കൺട്രി നെക്സ്റ്റ് ഈ ഐ ഡി. ഓക്കെ, അപ്പോൾ എല്ലാ വാല്യൂ പോസ്റ്റ് എന്ന ഗ്ലോബൽ വാല്യൂബിളിലെ വാല്യൂ നമ്മൾ നോർമൽ വാല്യൂബിളിലേക്കായി ഷിഫ്റ്റ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് എല്ലാ വേരിയബിളിലെ വാല്യൂസും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് SQL ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് SQL ക്വറി എഴുതണം, അതായത് അപ്ഡേറ്റ് ചെയ്യാനുള്ള SQL ക്വറി. സോ ഞാൻ ഇതാണ് അപ്ഡേറ്റ്, അതായത് നമ്മൾ അപ്ഡേറ്റ് HTML_table സെറ്റ് കമ്പനി ഈക്വൽ ടു നമ്മൾ നേരത്തെ ചെയ്തത്, അതായത് സെയിം സാധനം തന്നെ, കമ്പനി ഈക്വൽ ടു, അത് നമുക്ക് പിന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാം, കോണ്ടാക്റ്റ് ഈക്വൽ ടു, സിംഗിൾ കോട്ട്സിൽ വേണം ഇതൊക്കെ കൊടുക്കാൻ. പിന്നെ നെക്സ്റ്റ് നമുക്ക് എഴുതേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് ലാസ്റ്റ് കൺട്രി ഈക്വൽ ടു. അപ്പോൾ നമ്മൾ ഈ 3 ഡാറ്റ എടുത്തു. ഇനി നമുക്ക് വേണ്ടത് വേർ കണ്ടീഷൻ വേണം, ഏതിൻ്റെയാണ് നമുക്ക് മാറ്റേണ്ടതെന്ന് നോക്കണ്ടേ. അപ്പോൾ നമ്മൾ ഐ ഡി ഈക്വൽ ടു എൻ്റെ ഏതാണ് ഐ ഡി അത് എടുക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടുന്ന് കമ്പനി ഇവിടുന്ന് കോപ്പി ചെയ്യുകയാണ്. കമ്പനി കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്തു. അതേപോലെ തന്നെ ഞാൻ കോണ്ടാക്റ്റ് കോപ്പി ചെയ്യണം, അതേപോലെ തന്നെ ഞാൻ കൺട്രി കോപ്പി ചെയ്യണം. സോ ഞാനിവിടെ കൺട്രി എന്ന വേരിയബിൾ കൊടുത്തു, ഇവിടെ കോണ്ടാക്റ്റ് എന്ന വേരിയബിൾ കൊടുത്തു. ഇനി വേണ്ടത് ഏത് ഐ ഡി ആണ് നമ്മൾ റിസീവ് ചെയ്ത് ആ ഐ ഡി തന്നെയാണ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. സോ $EID, അപ്പോൾ ഈ ഐ ഡി എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മളവിടെ കൊടുത്തു. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ആകെ കൂടി വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ചെയ്തത് കറക്റ്റ് ആണെങ്കിൽ എനിക്ക് എൻ്റെ നേരത്തെ മുന്നേ ഉണ്ടായിരുന്ന പേജിലോട്ട് തന്നെ തിരിച്ചു പോകണം എന്നാണ് ഞാൻ കൊടുക്കുന്നത്. സോ ഞാൻ MySQL ക്വറി, അതായത് ഈ ക്വറി നമുക്ക് എന്തായാലും എക്സിക്യൂട്ട് ചെയ്യണം. ഈ ക്വറി എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഡിസൈഡ് ചേഞ്ച് വർക്ക് ചെയ്യുള്ളൂ. നമ്മളിവിടെ ജസ്റ്റ് ക്വറി SQL വേരിയബിളിലേക്ക് ആഡ് ചെയ്തിട്ട് കാര്യമില്ല. സോ ഞാൻ ഇവിടെ MySQLi എന്ന് കൊടുത്ത് നമ്മുടെ അതായത് നേരത്തെ ഞാൻ പറഞ്ഞു കണക്ഷൻ സ്ട്രിങ് ആണ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത് MySQLi എന്ന വേരിയബിളാണ്. പിന്നെ $SQL എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്വറി എക്സിക്യൂട്ട് ആവും. ഇനി ആ ക്വറി എക്സിക്യൂട്ട് ആയതിൻ്റെ ഫംഗ്ഷൻ, അതായത് അതൊരു 1 എന്ന വേരിയബിൾ, അതായത് ട്രൂ എന്നാണെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്, നമ്മൾ റീഡയറക്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഹെഡർ എന്നിട്ടുള്ളത്. സോ ഞാനിവിടെ ഹെഡർ എന്ന് കൊടുത്ത് ഞാൻ ഏത് ലൊക്കേഷനിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ലൊക്കേഷൻ എന്ന് കൊടുത്ത് ലൊക്കേഷൻ HTTP എങ്ങോട്ടാണ് ഞാൻ ചെയ്യുന്നത്, നമുക്കിവിടെ ലോക്കൽ ഹോസ്റ്റ് techie.php എന്ന പേജ് ഉണ്ട്. ഞാൻ അവിടെ നോക്കട്ടെ എവിടെയാണ് ലോക്കൽ ഹോസ്റ്റ് techie.php. തന്നെ അവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടേക്കാണ് നമ്മൾ വരാൻ ആഗ്രഹിക്കുന്നത്, വൺസ് റിസൾട്ട് സെറ്റ് ശരിയാണെങ്കിൽ. അല്ലെങ്കിൽ നമ്മളൊരു എറർ മെസ്സേജ് ആണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എറർ മെസ്സേജ് ഇക്കോ, നമുക്ക് എന്ത് വേണമെങ്കിൽ എറർ മെസ്സേജ് പ്രിൻറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ എറർ ഇൻ കണക്ഷൻ എന്ന് കൊടുക്കുകയാണ്. സോ കണക്ഷൻ. ഇനി നമുക്ക് ആക്ച്വൽ എറർ മെസ്സേജ് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ MySQLi_error എന്നുള്ള ഒരു കമാൻഡ് ഉണ്ട്. നമ്മൾ അതിവിടെ യൂസ് ചെയ്ത് നമ്മുടെ കണക്ഷൻ സ്ട്രിങ് അവിടെ മെൻഷൻ ചെയ്യുകയാണ്, MySQLi. ഓക്കെ, നമ്മുടെ കോഡിങ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിത് വർക്ക് ചെയ്യുമെന്നാണ് നോക്കേണ്ടത്. സോ എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞിട്ടല്ല, നമ്മൾ ഫ്ലോ അനുസരിച്ച് പറഞ്ഞേക്കണേ. എന്നാലും ഒന്ന് ഫ്ലോ അനുസരിച്ച് ഇത് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലായില്ലെങ്കിൽ അത് ഫോളോ ചെയ്യണം. പിന്നെ അവസാനം നമ്മളത് കണക്ഷൻസ് ഡെവലപ്പ് ചെയ്യുക ബ്രെയിനിൽ. സോ അത് തന്നെ ഞാൻ ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിവിടെ കോണ്ടാക്റ്റ് എന്ന നമ്പറിനെ ഒന്ന് മോഡിഫൈ ചെയ്യാം. കണ്ടോ, നമ്മളിപ്പോൾ ചെയ്തതിൽ ചെറിയ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. edit.php ഓൺലൈൻ 24 എന്തോ ഇഷ്യൂ ഉണ്ട്. സോ നമ്മൾ ഒരുമിച്ച് ചെയ്തു പോകുന്ന കാരണമാണ് നമുക്കിതുപോലുള്ള എറേഴ്സ് വന്നാൽ പെട്ടെന്ന് മനസ്സിലാവുന്നത്. സോ edit.php എന്തോ എറർ ഉണ്ടെന്നാണ് പറയുന്നത്. സോ നമുക്ക് നോക്കാം എന്താ പറ്റിയേക്കണേന്ന്. ഇവിടെ $edit.php അവിടെ എന്താണ് എറർ എന്നുള്ളത് ശരിക്കും നമുക്ക് വായിച്ചു നോക്കാം. അൺഡിഫൈൻഡ് വേരിയബിൾ ഓൺലൈൻ 24 അൺഡിഫൈൻഡ് വേരിയബിൾ. സോ ഞാൻ നോക്കട്ടെ, ലൈൻ 24 എന്താണ് $row
$row equal to MySQLi $result. സോ നമ്മളിവിടെ $result എന്ന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ റിസൾട്ട് എന്ന് കൊടുത്താൽ മതിയായിരുന്നു. സോ കണ്ടോ, ഇപ്പോൾ ആ എറർ നമ്മുടെ സോൾവ് ആയിട്ടുണ്ടാവും. നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. ഞാൻ ഇവിടുത്തെ ഫസ്റ്റ് ഇത് ഡാറ്റ എടുത്തു, കണ്ടു വന്നു, ഡാറ്റ നമുക്കിവിടെ പോപ്പുലേറ്റ് ആയി വന്നിട്ടില്ല. പക്ഷേ നമുക്ക് HTML കണ്ടന്റ് കിട്ടി. സോ ഇതെന്താ വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഇക്കോ എന്ന് കൊടുത്താൽ മാത്രമാണ് അവിടെ എന്ത് പ്രിൻ്റ്, ആക്ച്വലി വാല്യൂ ഇവിടെ വരുന്നുണ്ട്, പക്ഷേ ഡാറ്റ നമുക്ക് അവിടെ റീച്ചബിളായി കിട്ടില്ല. സോ ഡാറ്റ കിട്ടണമെങ്കിൽ നമ്മൾ ഇക്കോ എന്നുള്ള കൊടുക്കണം. ഇക്കോ കൊടുത്താലും നമുക്കത് വിസിബിലിറ്റിക്ക് വരുള്ളൂ. സോ വിസിബിലിറ്റി വന്നാലും നമുക്ക് ഡാറ്റനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതാണ് വരാഞ്ഞത്. സോ ഇനി ഒന്നുകൂടി നമുക്ക് നോക്കാം. ആദ്യം തന്നെ ടെക് നിഞ്ചാസിൻ്റെ അടുത്ത് തന്നെ പോയി. ഓക്കെ, ഇപ്രാവശ്യം നമുക്ക് ഡാറ്റ വന്നത് കണ്ടോ. ഞാനിവിടെ എല്ലാം 000 എന്ന് കൊടുക്കുകയാണ്, സബ്മിറ്റ് ചെയ്യാണ്. സോ നെക്സ്റ്റ് എറർ. ഇങ്ങനെ എറർ വരുന്നത് ആക്ച്വലി ഒരു ബ്ലെസ്സിങ് കൂടിയാണ്. നമുക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പഠിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. കോൾ ടു അൺഡിഫൈൻഡ് ഫംഗ്ഷൻ MySQL query. സോ ഞാൻ 14th പേജിലാണ് ഇഷ്യൂ ഉള്ളത്. 14th വാല്യൂ MySQLi query. ഏതായിരുന്നു നമ്മുടെ പേജ്? എറർ ഒന്നുകൂടി ചെക്ക് ചെയ്യാം. MySQL query എന്നാണ് എഴുതിയേക്കണേ. edit_പേജിലെ 14th ലൈനിൽ, edit_പേജിലെ 14th ലൈനിലാണ് പ്രശ്നം. MySQL query $MySQLi $SQL MySQLi എന്നല്ലേ, ഒന്ന് നോക്കി നോക്കാം. സോ ഞാനിവിടെ റിവേഴ്സ് അടിച്ചിട്ട് വീണ്ടും നമ്മൾ എത്തിയോടത്തെത്തി. നമുക്ക് ലോസ് ഫ്രീ സ്റ്റൈൽ ഗ്രില്ലിൻ്റെ ചെക്ക് ചെയ്യാം. 88900 എന്നുള്ളത് ഒരു 30 ആഡ് ചെയ്യാം, എന്നിട്ട് സബ്മിറ്റ് ചെയ്യാം. യെസ്, ഇറ്റ്സ് ഓക്കെ. സോ അങ്ങനെ നമ്മുടെ PHP MySQL ട്യൂട്ടോറിയൽ സീരീസിൻ്റെ അവസാന ഭാഗമായ അപ്ഡേറ്റ് ഓപ്പറേഷൻ, അതായത് എഡിറ്റ് ഓപ്പറേഷനും കൂടി തീർത്തിരിക്കുകയാണ്. സോ ഞാൻ CRUD ഓപ്പറേഷൻ എന്ന് പറയുന്നത്, C എന്ന് പറയുന്നത് ക്രിയേറ്റ്, R എന്ന് പറയുന്നത് റീഡ്, U എന്ന് പറയുന്നത് അപ്ഡേറ്റ്, T എന്ന് പറയുന്നത് ഡിലീറ്റ്. സോ റീഡാണ് നമുക്ക് ഈ വിസിബിലിറ്റി ആയിട്ടുള്ള സംഭവം കിട്ടുന്നത്. പിന്നെ ആഡാണ്, അതായത് ക്രിയേറ്റ് ആണ്, C ആണ് ഈ ആഡ്, പിന്നെ E ആണ് അപ്ഡേറ്റ്, D ആണ് ഡിലീറ്റ്. അപ്പോൾ ഈ അപ്ഡേറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ നമ്മൾ ഈ ഓപ്പറേഷൻ ഇത് സക്സസ്ഫുള്ളായി നമ്മുടെ ട്യൂട്ടോറിയൽ സീരീസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് വരികയാണെങ്കിൽ നമുക്ക് ഓൺലൈൻ സപ്പോർട്ട് തരാൻ സാധിക്കുന്നതാണ്. താങ്ക് യു. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് CRUD ഓപ്പറേഷനിലെ അപ്ഡേറ്റ് എന്ന ഓപ്പറേഷൻ സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കി. സോ ഇപ്പോൾ നമ്മുടെ PHP MySQL ട്യൂട്ടോറിയൽ സീരീസിന്റെ കംപ്ലീറ്റ് പോർഷൻ നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി ഒരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാം കോൺഫിഡൻസ് ആയി കാണും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് ഇന്ററാക്ഷൻ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജുമായി നിങ്ങൾക്ക് ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്ത് നിങ്ങളുടെ എറേഴ്സോ ബഗ്സോ എന്തെങ്കിലും നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് നമുക്ക് ഡയറക്റ്റ്ലി ഫിക്സ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുമായി സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. സോ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നത് വരെ ടെക് നിഞ്ചാസ് സൈനിങ് ഓഫ്.